ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുള്ളത്. ഒന്ന് മീഡിയം സൈസ് വലുപ്പമുള്ളതും ഒന്ന് ഒരു കുഞ്ഞതും. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വലിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം മിക്സിയിലിട്ടിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പകുതി മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബീട്രൂട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പീസുകളായിട്ടൊക്കെ കിടന്നിട്ട് നല്ലോണം അരച്ചെടുക്കുക. പിന്നെ അടുത്തതായിട്ടുണ്ട് തേങ്ങയും പച്ചമുളകൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിച്ച തേങ്ങ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു 3 പച്ചമുളക് എരിവിന് ആവശ്യമുള്ള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ തേങ്ങയും പച്ചമുളക് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാൻ വെക്കാം അടുപ്പത്ത്. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് കൊടുക്കാം. ഈ നിങ്ങൾക്ക് കടുക് വേപ്പിൻ്റെ അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അവസാനം കടുവറുത്ത് അതിൽ കൊഴിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ആദ്യം തന്നെ കടുകിട്ട് പൊടിച്ചിട്ട് ചെയ്യുന്നു. ചൂടായി വന്നതിന് എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചാൽ നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കുറച്ച് വെള്ളം. ഇതൊന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുമ്പ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് കുറച്ച് നേരം വേവിക്കാം. കുറച്ച് സമയം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് തുറന്ന് വെച്ച് വേവിക്കാം. കാരണം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇത് നമ്മൾ ബീട്രൂട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, തേങ്ങയും പച്ചമുളക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരച്ച് വെച്ച തേങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ജാറിലിട്ട് ചേർത്ത് വെച്ചിരുന്നു. നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് അടുത്ത് വെച്ചിട്ട് വെച്ചെടുക്കാം. ബീട്രൂട്ട് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തൈര് എടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് വെക്കാം. എന്നിട്ട് ഫ്ലെയിം നമുക്ക് ഓഫാക്കി കൊടുക്കാം. അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് എണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിന് മുകളിൽ ഒഴിച്ച് വെക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ വേപ്പിൻ്റെ ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ബീട്രൂട്ട് പച്ചടി നമ്മൾ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമുക്ക് ചോറിൻ്റെ പെടുത്തുന്നത്